ഫാസിൽ കഥ എഴുതുകയാണ്. ഫാസിൽ സ്വപ്നങ്ങളുടെ കൂട്ടുകാരനായ സംവിധായകൻ, എഴുത്തുകാരൻ, നിർമ്മാതാവ് എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭാധനനായ ഫിലിം മേക്കർ. മലയാളത്തിലും തമിഴിലുമായി നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച ഹിറ്റ് മേക്കർ. ഫാസിലിൻ്റെ സിനിമകൾ കാണുമ്പോൾ ഒരു സ്വപ്നലോകത്ത് അകപ്പെട്ട പ്രതീതിയാണ് തോന്നുക. ധാരാളം സ്വപ്നം കാണുന്ന ആളാണ് ഫാസിൽ എന്ന സംവിധായകനെന്ന് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ടറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ സിനിമാ തൂലികയിൽ നിന്നും നല്ല നല്ല രചനകൾ പിറന്നിട്ടുള്ളത്. അതിനുദാഹരണമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും, എൻ്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്കും, നോക്കത്താ ദൂരത്ത് കണ്ണുനട്ടും, എന്നെന്നും കണ്ണേട്ടൻ്റെയും, മണിവത്തൂരിലെ 1000 ശിവരാത്രിയും, അനിയത്തിപ്രാവും, ലൈഫ് ഈസ് ബ്യൂട്ടിഫുളുമൊക്കെ. ഈ സൂപ്പർ ഹിറ്റ് സിനിമകളെല്ലാം തന്നെ ഫാസിലിൻ്റെ രചനകളായിരുന്നു. ഒരു ഗ്യാപ്പിന് ശേഷം ഫാസിൽ വീണ്ടും ഫാസിലിൻ്റെ ഡയറക്ഷന് വേണ്ടി എഴുതുകയാണ്. ഫാസിലിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി പ്രതീക്ഷയ്ക്ക് വക നൽകും. 1980 ശങ്കർ, പൂർണിമ ജയറാം എന്നിവരെ നായികന്മാരാക്കി ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ വില്ലൻ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സൂപ്പർ ഹിറ്റ് സിനിമ എഴുതി സംവിധാനം ചെയ്തുകൊണ്ടാണ് ഫാസിൽ തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. മോഹൻലാൽ സിനിമയിലേക്ക് വരുന്നതും ഈ സിനിമയിലൂടെയാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആ കാലഘട്ടത്തിലെ ന്യൂജൻ സിനിമയായിരുന്നു. തുടർന്ന് ധന്യ, എൻ്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക്, ഈറ്റില്ലം, നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട്, പൂവേ പൂച്ചൂടവ, എന്നെന്നും കണ്ണേട്ടന്റെ, പൂവിന് പുതിയ പൂന്തന്നൽ, പൂവിഴി വാസലിലെ, വർഷം 16, അരങ്ങേറ്റ വേളൈ, കില്ലർ, എൻ്റെ സൂര്യപുത്രിക്ക്, പപ്പയുടെ സ്വന്തം അപ്പൂസ്, മണിച്ചിത്രത്താഴ്, കിളിപ്പേച്ച് കേൾക്കവ, അനിയത്തിപ്രാവ്, കാതലുക്കു മര്യാദ, ഹരികൃഷ്ണൻസ്, കണ്ണുക്കുൾ നിലവ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, അങ്ങനെ മലയാളത്തിലും തമിഴിലുമായി ഒരുപിടി ഹിറ്റുകൾ. തൊട്ടതെല്ലാം പൊന്നാക്കി ഫിലിം മേക്കറാണ് ഫാസിൽ എന്ന് ഒരു സംശയവുമില്ലാതെ പറയാം. ഫാസിലിന്റെ സിനിമകൾക്ക് ഒരു ഫാസിൽ ടച്ചുണ്ട്. പഴയ ജനറേഷനിലും പുതിയ ജനറേഷനിലും ആരൊക്കെ സിനിമ ചെയ്താലും, ആരുടെയൊക്കെ സിനിമ തിയേറ്ററിൽ വന്നാലും, എത്ര ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും ഉണ്ടെങ്കിലും ഫാസിലിന്റെ സിനിമ തിയേറ്ററിൽ വന്നാൽ നമുക്ക് ആ സിനിമ എന്താണെന്ന് അറിയുവാൻ, ആ സിനിമയുടെ ഓരോ സീനുകളിലൂടെ സഞ്ചരിക്കുവാൻ ആകാംക്ഷയും ആവേശവുമാണ്. അതാണ് ഫാസിൽ എന്ന ഫിലിം മേക്കർ. കഥയുടെ ഉറവ കണ്ടെത്തി അത് തിരക്കഥയാക്കി വെള്ളിത്തിരയിൽ പറയുവാനുള്ള വൈദഗ്ധ്യം ഫാസിലിനെ പോലെ അധികം പേർക്ക് മലയാള സിനിമയിലുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഫാസിലിന്റെ അനുഭവ സമ്പത്തിൽ നിന്നും ഒരു പുത്തൻ സിനിമ മലയാള സിനിമയിലേക്ക് വരികയാണ്. എന്താണ് ഫാസിൽ എഴുതുന്നത്? പുതിയ കാലഘട്ടത്തിലെ ആത്മാവില്ലാത്ത കഥകളിൽ ജനിക്കുന്ന, ആത്മാവില്ലാത്ത സിനിമകൾക്കിടയിൽ ആത്മാവിൽ തൊട്ട് കഥ പറയുന്ന മലയാളത്തിന്റെ എക്കാലത്തെയും ന്യൂ ജനറേഷൻ ഫിലിം മേക്കറുടെ, സ്വപ്നങ്ങളുടെ കാവൽക്കാരന്റെ, ഏതോ വസന്തവനിയിൽ നിലാവായി പൊഴിയുന്ന ആ മനോഹര സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം.